അവനോടൊരു നന്ദി പറഞ്ഞിട്ട് പോവാം നമുക്ക്. Okay bros, thank you. നമ്മളങ്ങനെ ഇതാ ബീജിങ്ങിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞിട്ടും നമ്മൾ ഇതുവരെ ടോളിൽ എത്തിക്കില്ല കേട്ടോ. എന്നോട് എൻ്റെ ഗൈഡ് പറഞ്ഞതെന്ന് വെച്ചാൽ ടോൾ ഗേറ്റ് ഉണ്ട്, ഓരോ 100 കിലോമീറ്റർ കൂടുമ്പോൾ ഏകദേശം 500 വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 700 ഉണ്ട് ഇവിടുന്ന് ബീജിങ്ങിലേക്ക്. അപ്പോൾ 3500 രൂപ അതിനെന്നെ കാണണം എന്ന് പറഞ്ഞു. 3000 അല്ല, എന്നോട് പറഞ്ഞാൽ ഒരു $100 ഏകദേശം ഒരു 9-8 റുപ്യ ആവുന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഇത്രയും സമയമായിട്ടും നമുക്ക് മറ്റേ റോഡ് കിട്ടിയില്ല. ഈ കാണുന്ന ബ്ലൂ ഇല്ലേ, ബ്ലൂ പിന്നെ ടോൾ ഇല്ലാത്ത നോർമൽ റോഡ്, അതുകൊണ്ട് നമുക്ക് ഇനി 2 വേ റോഡ് കിട്ടുന്നത്. ഇനി പച്ച ആണെങ്കിലാണ് ടോൾ റോഡ് കിട്ടുക. ടോൾ റോഡ് ലെഫ്റ്റിൽ നമ്മൾ കാണുന്ന ഭാഗത്താണ് ടോളിൻ്റെ റോഡുള്ളത്. അപ്പോൾ ഇതുവരെ തട്ടുമുട്ടും ഇല്ലാണ്ട് 100 കിലോമീറ്റർ നമ്മൾ ഓടി വന്നു. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് നമുക്കിനിയിപ്പോൾ ഒരു 300 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ടൗൺ എത്തും. അവിടുന്ന് എണ്ണ അടിക്കണം. ഇവിടെ പമ്പ് ഒന്ന് കാണുന്നുണ്ട്, പക്ഷെ അവിടെ അത് ഓപ്പൺ ആണോ എന്നറിയില്ല. ഇല്ല, അത് അപ്പുറത്തെങ്ങാനാട്ടോ അതിൻ്റെ ഇത്. അപ്പോൾ ഇത്രയും സമയമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു നോർമൽ ഹൈവേയിലൂട്ടിയാണ് പോകുന്നത്. ടോൾ റോഡ് കിട്ടിയിട്ടില്ല കേട്ടോ, എക്സ്പ്രസ് ഹൈവേ കിട്ടിയിട്ടില്ല. ഇതാണെങ്കിൽ 2 വേ ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പച്ച ബോർഡിൽ വേണമെങ്കിൽ നമുക്ക് ടോളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അധികം ലോറിക്കാറും കാറുകാരും ഇതിലൂട്ട് തന്നെ പോകുന്നത്. കാരണം ടോൾ ഭയങ്കര പൈസയല്ല, അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതിലൂട്ട് പോകുന്നുണ്ടാവുക. കണ്ട അപ്പുറത്തൊരു പച്ച ബോർഡ്. പക്ഷെ നമുക്കൊരു 100 കിലോമീറ്ററിന് നേരെ പോകാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ടോൾ റോഡിലേക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ റോഡിൽ ലൈറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നല്ല ഫിനിഷിങ് റോഡാണ് കേട്ടോ. ചൈനയുടെ റോഡ് ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ റഷ്യയിലൂട്ടെയും തുർക്കിയിലൂട്ടെയും ട്രാവൽ ചെയ്യുന്ന പോലെ ഉണ്ട്. റഷ്യയിൽ പിന്നെ ഫുള്ള് ടോളാണ്. എത്രയാണ് നമ്മൾ ടോൾ കൊടുത്തത്. പക്ഷെ റഷ്യനേക്കാളും പൈസയാണ് റഷ്യനേക്കാളും പൈസയാണ് ചൈനയിൽ ടോളിന്. അപ്പോൾ നമ്മൾ ഇതുവരെയും ടോൾ റോഡ് കയറിയിട്ടില്ല. കുറേ എന്ന് പറയണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ കുറേ ലോറിയും അതുപോലെ തന്നെ ട്രക്കും 4-5 കാറെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ റോഡ് ബീജിങ് വരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6-7 റുപ്യ ലാഭിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ആലോചിക്കാം, അങ്ങനെ കിട്ടിയെങ്കിൽ എത്ര നല്ലേനും. ഓരോ കിലോമീറ്റർ വെച്ച് 600 ടോള് പോവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കട്ടെ എത്രയായി. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ റോഡ് തന്നെ പോവാന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എക്സ്പ്രസ് കയറിയിട്ട് പാന് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, വെറുതെ എണ്ണ ചവിട്ടി തീരാന്നല്ലാണ്ട്. അപ്പോൾ നമ്മൾക്കിന്ന് ബീജിങ്ങിൽ ഈ ഒരു ഹൈവേ റോഡ് തന്നെ പിടിക്കാം. നമ്മൾ ടോൾ റോഡിൽ കയറും കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് 4 കിലോമീറ്റർ കഴിഞ്ഞാൽ. വേണ്ടേനും കുട്ടി, നമുക്ക് ഇതന്നെ മതി. ടോൾ റോഡ് കയറി പോകാനാ പറയുന്നത്. ടോൾ റോഡാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും ആണോ എന്നറിയില്ല കേട്ടോ. നമ്മൾ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന നിരക്കാനുള്ള ലൈറ്റില്ലേ, അതാണ് ടോൾ റോഡ്. നമ്മൾ അബുദാബിയിലുള്ള ഇങ്ങനത്തെ ചില റോഡുകൾ കണ്ടിരുന്നു. ഒരു ചെറിയൊരു തുർക്കി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് രാത്രി ആയതുകൊണ്ട് നമ്മൾ ഈ പുല്ലൊന്നും കാണുന്നില്ല എന്നുള്ളൂ. കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്, വണ്ടി ഇല്ല എന്നല്ല. ഇവർ ഈ ഹൈവേ ഇങ്ങനെ വിട്ടാളഞ്ഞ് ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് വളരെ മോശമായിപ്പോയി.
എന്താ ഇങ്ങനെ ഡിമ്മാകാത്ത? ചില ട്രക്കുകളുണ്ടല്ലോ ബ്രൈറ്റ് ആക്കിയതും പോരാ, ഫോഗ് ലാമ്പ് മഞ്ഞ പച്ച നീല എന്തെല്ലാം കളറിലാണ് ഇവിടെ ചൈനയിലുണ്ട് ഓരോ ട്രക്ക് കാണാൻ. ഫുള്ള് മങ്ങലപ്പുര പോലെ ഉണ്ടാവാ. ഈ നീല ബോർഡ് ടോൾ ഇല്ലാത്ത റോഡാട്ടാ, മറ്റേതാണ് പച്ചയാണ് ടോള്. പക്ഷെ നമുക്കിപ്പോഴും നേരെ പോയിട്ട് 1 കിലോമീറ്റർ ലെഫ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ടോള് റോഡല്ലായിരിക്കും. ഇതാകുമ്പോൾ 100 ചവിട്ടി പിടിച്ചാൽ അത്യാവശ്യം മൈലേജും കിട്ടും, വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവാം. നമുക്ക് ടോള് റോഡ് കയറണം. ആ കാണുന്നതാണ് മക്കളെ ടോള് റോഡ്. ടോള് റോഡ് വേണ്ടായിരുന്നല്ലോ. ഇപ്പം എത്ര പൈസ കൊടുക്കണം? ഇപ്പം 500 വെച്ച് കൊടുക്കണം. ടോള് റോഡ് ടോളില്ലാത്തൊരു റോഡ് കിട്ടുമോന്നിപ്പം ഞാൻ ഇവിടെ സൈഡാക്കിയിട്ട് നോക്കട്ടെ. ടോളില്ലാത്ത റോഡ് കിട്ടുകയാണെങ്കിൽ G208 G55 ഇതിലേതാണ് വേണ്ടത്? Turn left in 200 meters. മിണ്ടാണ്ടിക്ക്, ഞാൻ മറ്റേ നോക്കട്ടെ. ഇത് നേരെ പോയാലെത്തൂ. നമ്മൾ ലെഫ്റ്റ് തന്നെ പോകേണ്ടി വരും കേട്ടോ. പക്ഷെ അതെന്ത് റോഡാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കാം. റോഡിലേക്ക് തന്നെയാണ്, നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് പറഞ്ഞ പോലെ ടോള് റോഡിലേക്കാണ് നമ്മൾ പോകുന്നത് മക്കളെ. ടോള് വേണ്ട. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പക്ഷെ ടോളെല്ലാം തോന്നും കേട്ടോ. ഇത് പിന്നെയും ഇത് ഇങ്ങനത്തെ റോഡിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്. അത് നേരെ ഒരു റൈറ്റ് കാണുന്നുണ്ട്. ഇതുണ്ട ഓരോ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഇതെല്ലാം കോളത്തിലാണ് ലൈറ്റ്. നമ്മുടെ നാട്ടിലെ MVD ഒരു എക്സ്ട്രാ ലൈറ്റ് പിടിപ്പിച്ചാൽ കുൽമാല. അപ്പോൾ ചൈനയിലെ വണ്ടികളിൽ ലൈറ്റുകൾ നോക്കിയാട്ടെ, അവർക്കെല്ലാം നല്ല ലൈറ്റിലാണ്ടൊന്നും അവർ വണ്ടി ഇറക്കുന്നില്ല. ഒന്നാമത് റോഡിൽ അപകടം വരുന്നതും അത്യാവശ്യം വെളിച്ചമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സമയത്തിനത് ഡിമ്മാക്കണം. ഇത് ടോൾ റോഡല്ല കേട്ടോ. ഇതാ ബ്ലൂ ബോർഡ് കണ്ടാൽ ടോളല്ല. അപ്പം നമുക്ക് ടോള് കിട്ടാണ്ട് ചിലപ്പം എത്തുമായിരിക്കും. ഇതല്ലേ എന്ത്, ഇവർക്കൊരു ഇംഗ്ലീഷ് വെച്ചൂടെ? എന്താ ഇത്? ഇവരും റഷ്യയും സെയിമാണ്. ഒരു സ്ഥലത്ത് ഇവരെ ഭാഷ അല്ലാണ്ട് വെക്കൂല. നമ്മൾ ഫസ്റ്റ് ഒരു റൗണ്ട് ബോട്ട് കിട്ടിയാട്ടോ. ഇവിടെ എത്തിയമ്പാടും ആദ്യമായിട്ട് ഒരു റൗണ്ട് ബോട്ട് 208 പോവാനാ പറഞ്ഞത്. ഇതാ ഒരു പമ്പ്. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്കൊരു 200 കഴിഞ്ഞിട്ട് മതി. ചൈനയിലെ പെട്രോൾ പമ്പ് കാണാത്തവർ കണ്ടുകൊള്ളുക. Proceed past the first exit. Chinese petrol pump. Exit roundabout. എനിക്ക് തോന്നുന്നത് നമ്മൾ വീണ്ടും സാധാ ഹൈവേയിൽ തന്നെയാണ് ഓടിക്കുന്നത് കേട്ടോ. ടോൾ റോഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് എനിക്കൊന്ന് ഓരോ 100 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതുപോലത്തെ റൗണ്ട് ബോട്ടിൽ പമ്പ് കിട്ടും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് മംഗോളിയൻ ബോർഡറിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു ചെറുങ്ങനെ ചവിട്ടിയാൽ ഒരു 30-40 ഒരു 90-100ൻ്റെ ഇടയിൽ പിടിച്ച് ചവിട്ടിയാൽ നമുക്കൊരു 430-400 കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു 350 പിടിച്ചിട്ട് 350 എണ്ണ അടിക്കാം. വെറും നമ്മൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് റോഡ് മുമ്പിൽ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ.
ആ ഇപ്പം എന്തോ ഒരു സാധനം കണ്ടല്ലോ, ലൈറ്റ്. നല്ല ലൈറ്റ് ആ പോകുന്ന സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ബീജിങ്ങിൽ എത്തിയിട്ട് വേണം നമ്മൾ ശരിക്കുള്ള എക്സ്പ്ലോർ തുടങ്ങാൻ. പക്ഷേ 14 ദിവസത്തെ വിസൻ്റെ ഉള്ളിൽ എന്തെല്ലാം സ്ഥലത്ത് പോകാൻ പറ്റുമോ, എന്തെല്ലാം കാണാൻ പറ്റുമോ നമുക്കൊരു പ്രതീക്ഷയില്ല. നമ്മളെല്ലാം ഓടി കണ്ട് തീർക്കേണ്ട ഒരു രാജ്യമാണ് ചൈന. ഞാൻ വിചാരിച്ചത് 1 മാസത്തെ വിസ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിസ കിട്ടിയപ്പോൾ 1 മാസത്തെ കിട്ടീന്. ഇപ്രാവശ്യം നമ്മൾ കാൻഡൻ ഫെയറിൻ്റെ പേരിലാണ് വിസ എടുത്തത്. അതുകൊണ്ട് ആകെയും 14 ദിവസത്തേ ഉള്ളൂ. ഈ ഇത്ര വലിയ ട്രെയിലറിലുണ്ടല്ലോ, പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോയി ഒറ്റ ഇടിക്കലായിരിക്കും. അല്ല, ഇയാളെന്താ വളച്ചിട്ട് ഇങ്ങനെ പകുതിക്ക് വെച്ച് പോയിന്? ഹോവോ, അതാരാ ഹോവോ? എന്തൊരു ലൈറ്റാ, കാണുന്നെന്തോ ലൈറ്റ്. നമ്മൾ ഇതാ ബീജിങ് എത്താൻ ഇനി 200 കിലോമീറ്റർ ഉണ്ട്. വലിയൊരു ചുരത്തിലൂട്ടി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ. ഞാൻ നെട്ടിപ്പോയി, ചൈനയിൽ ചുരമുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഫുള്ളും വലിയ ചുരമാണ് ഈ കാണുന്നത്. ഇതുണ്ട് ഇങ്ങനെ വളഞ്ഞിട്ട് പോകുന്നത്. വണ്ടി പോകുന്ന അറിയുന്നേ ഇല്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു 4th ഗിയറും 5th ഗിയറും അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകും. ഇതാ നല്ല വലിയ കുത്തനുള്ള ഇറക്കാം കേട്ടോ. ശരിക്കും ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നേ ഇല്ല, ഇതിങ്ങനെ പായുന്ന. വെറുതേലും ഈ ബ്രേക്ക് ഇങ്ങനെ കൊടുത്ത് ഒപ്പിച്ചെടുക്കുന്ന. ആക്സിലേറ്റർ കൊടുക്കാണ്ട് തന്നെ പറക്കുന്ന വണ്ടി. അപ്പം വലിയൊരു ചുരം നമ്മൾ ഇറങ്ങുന്നത്. രാത്രി ആയതുകൊണ്ട് ഇത് മര്യാദയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇതാ പോന്ന്, മോനെ നിക്കടാ. എന്തൊരു പോക്കായി പോന്നെ. ഇങ്ങനെയുണ്ടോ വണ്ടി? താഴെ ഇതാ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ കാണുന്നുണ്ടാ. ഇവിടുത്തെ വീടുകൾ, താഴ്വാരങ്ങളാണ് താഴെ കാണുന്നത്. ക്ഷണക്കുന്നത് ഇങ്ങനെ ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട് കാണിക്കുന്നത്. വളഞ്ഞിട്ടുള്ള. ഓ യെസ്, വലിയൊരു ചുരമാണ് കേട്ടോ. മാപ്പ് ഇപ്പം ഞാൻ നോക്കിയേ. ഇതങ്ങനെ ഇങ്ങോട്ടേക്ക് വണ്ടി അവർ കയറി വരണം, കാരണം കാറ്റല്ലേ. നമ്മളിങ്ങനെ ഈ താമരശ്ശേരി ചുരമെല്ലാം ഇറങ്ങി പോകുന്നൊരു ഫീല് നോക്ക്. ഞാൻ ഫുള്ള് ബ്രേക്കിൽ കാല് വെച്ചിട്ടും വണ്ടി പോകുന്ന നോക്ക്. എൻ്റെ മോനെ, ചൈനക്കാർ ഗ്രേറ്റ് വാൾ ഉണ്ടാക്കിയ ചൈനക്കാ ഇനിയിപ്പോൾ ഈ പറയുന്ന ചുരം ഉണ്ടായിക്കൂടാത്ത. അതും പൊളഞ്ഞ ഏറ്റ നാരോ എന്നറിയാം. ഭയങ്കര നാരോ ആണ്. അല്ലോ, ആടെ ഒരു വ്യൂ പോയിൻ്റെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. നമ്മൾ അമീറാത്ത് ചുരം ഉണ്ടല്ലോ നമ്മളെ ഒമാനിലെ, അതെല്ലാം പെട്ടെന്ന് തോന്നിപ്പോയി ഈ ചുരത്തിൻ്റെ പോക്ക് കണ്ടപ്പോൾ. ഇതിങ്ങനെ ഒരു 13 കിലോമീറ്റർ ഇങ്ങനെ ഈ ചുരം മാത്രമുണ്ട്. പറന്നു പോന്ന വണ്ടി. ശരി, എന്തൊരു പോക്ക പോന്ന.
നമ്മളൊരു ടണൽ കയറി നഞ്ചങ് സിറ്റിയിൽ എത്തുന്നതിന് മുമ്പുള്ള ടണലാണിത്. നമ്മളെ ദുബായിൽ, അബുദാബി, ഷാർജ എല്ലാം അതേ സെയിം ടണൽ തന്നെയാണ് തോന്നുന്നത് ഇവിടെ എത്തുമ്പോൾ. പക്ഷെ രാജ്യം മാറ്റുന്നുള്ളൂ. എന്നാലും ചൈനയിലോട്ട് ഇങ്ങനെ ടണലിലോട്ട് പോവാ, നമ്മളെ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു റൊമാൻറ്റിഫിക്കേഷൻ തന്നെയാണ് കേട്ടോ. ഇതാ പിന്നെ ഇഷ്ടം പോലെ വണ്ടികൾ. ടെസ്ലന്റെ ഡൂപ്പ് ഉണ്ടോ ഇടതുഭാഗത്ത്? ടെസ്ല ഒറിജിനൽ ആണ് നമ്മളെ റൈറ്റ് സൈഡിലുള്ളത്. അതിന്റെ ലെഫ്റ്റ് അതിന്റെ ഒരു കോപ്പിയാണ്, ഈച്ച കോപ്പിയാണ് ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നത്. എന്താ ഈ ചൈനക്കാർ എന്ത് ചെയ്യണ്ട ഇങ്ങനെ ഇവര്. പിന്നെ ഇതാ BYD ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ബെൻസും BMW എല്ലാം കുറച്ചേ ഉള്ളൂ. ഇവരെ വണ്ടികൾ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാ ഒൻവോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് ഫ്രണ്ടിൽ. വേറെന്തെല്ലോ നമുക്കറിയാത്ത പേരുകളില്ല, ചൈനീസ് പേരിലുള്ള കുറേ വണ്ടികളുണ്ട്. പക്ഷെ അത് നമുക്കത് ഏതാ ബ്രാൻഡ് പോലും വായിക്കാൻ പറ്റൂല. അതിൻ്റെ ഇടയിൽ അതാ വേറെ അതൊരു വോക്സ് വാഗൻ്റെ പോലത്തെ ഒരു പസാറ്റിൻ്റെ ഒരു കോപ്പിയാന്ന് തോന്നുന്നത്. കാണുമ്പോൾ വോക്സ് വാഗൻ്റെ അമ്പലത്തിൻ്റെ ഒരു ഇതാ വേർന്ന് പോകുന്നുണ്ടോ മുകളിൽ ഇത് വെച്ചിട്ട് പോകുന്ന വണ്ടി എല്ലാം ചൈന വണ്ടികളാണ്. ടാക്സി ഓരോ നാട്ടിലും ടാക്സി വ്യത്യാസം കേട്ടോ. ബീജിങ്ങിൽ ഒരു ടാക്സി ഒരു പച്ചയും മഞ്ഞയും കളറാണ്. പക്ഷെ ഇവിടെ നഞ്ചങ്ങിൽ ഫുള്ള് മഞ്ഞ കളറാണ്, യെല്ലോ യെല്ലോ. ഇതാ ഇടതു ഭാഗത്ത് അത് പിന്നെ ബെൻസാണ്. എന്താ ഒരു വൈറ്റ് കളർ വണ്ടിയുണ്ട്. നമ്മളങ്ങനെ ഹൈവേ കയറാൻ പോകുന്നതാണ്. നോക്കിയാട്ടെ, ഫുള്ള് മരങ്ങൾ വെച്ചിട്ട് നല്ല കിടിലൻ ലൈറ്റ്. ഇത്രയും രാജ്യങ്ങൾ പോയിട്ട് അണക്കുന്നത്. കുറേ രാജ്യങ്ങളൊന്നും ഈ പറയുന്ന ലൈറ്റും പോയിട്ട് ഒരു കുന്തവും ഇല്ലേനെ. പക്ഷെ ചൈന വേറെ ലെവലാട്ടാ. നോക്കിയാട്ടെ, ഹൈവേ ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്ന, അതും ബോർഡറിൽ. അങ്ങനെ ബീച്ചിങ് പോകാൻ വേണ്ടി നമ്മളിതാ ഹൈവേയിൽ കയറി. പക്ഷെ ഹൈവേ എത്തിയിട്ടില്ല, കാരണം ഇതുണ്ടോ ലൈറ്റ് ഇല്ലാത്തൊരു റോഡായത്. അണക്കൊന്ന് ചിലപ്പം കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ നമുക്ക് ഹൈവേ ടോൾ റോഡ് കിട്ടുമായിരിക്കും. ടോൾ റോഡ് ഇനിയും കിട്ടിയിട്ടില്ല. ഇയാളെന്താ ഡിമ്മാക്കാത്ത? ഓക്കെ, നേരെ പോയാൽ ടോൾ റോഡാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ചാങ്ചിങ് ചോ. ചാങ്ചിങ് ചോ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിൽ നമ്മളിപ്പോൾ എത്തിയത്. മക്കളെ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോ ഇവളെ ഇത് ഭാഷ പറഞ്ഞ ചീച്ചാ ചൂച്ച. ഓക്കെ ദിസ് ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ 92 ചാങ്ചിങ് ചോ ചാങ്ചിങ്. എന്റെ മക്കളെ ഇതാ നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് എണ്ണ അടിക്കുന്ന. ഇവരെ ഭാഷ നമുക്കറിയില്ല, അവസാനം ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഓക്കെ 35 ലിറ്റർ 230. 100 എന്ന് പറഞ്ഞാല് 1200 200 എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 2500 ഉറുപ്പ്യാണ് 35 ഇതിനായത്. 1 ലിറ്ററിന് 6 ചൈനീസ്. 6 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു ഞാൻ പറഞ്ഞുതരാം. നമ്മൾ താമസിക്കാൻ പോകുന്ന റൂമാണിത്, ഹോട്ടല്. ഇതൊരു മലയാളി ഫസലാണ് നമുക്ക് ഈ റൂം എടുത്തത്. ഓ ഓക്കെ. സോ റൂം നമ്പർ 855. Okay. Yeah, I will put the card now. ഇത് വലിയൊരു റൂമാണല്ലോ. നോർമൽ മതിയെന്നല്ലോ. പക്ഷേ ഓക്കെ. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി കേട്ടോ. റെസ്റ്റോറൻറ്റ് മറ്റേ ഹോട്ടൽ. നമ്മൾ വന്നത് തന്നെ 6 മണിക്കാണ്. നമ്മൾ ചൈനയിൽ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് മോമോസിൻ്റെ ഷോപ്പിൽ. ഇവിടെ പോർക്കുണ്ട്, പന്നിയും ബീഫും ഉണ്ട്. അപ്പോൾ നമ്മൾ ബീഫാണ് ഓർഡർ ചെയ്തത്. ഇവരെത്ര സുഖത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട്. എളുപ്പത്തിൽ ഇങ്ങനെ നമ്മളെ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് എന്നിട്ടിങ്ങനെ ഫില്ല് ചെയ്യും ഭയങ്കര ഈസിയിൽ. ഇതെല്ലാം മുളൻ്റെ സാധനം കേട്ടോ. മുളനെ കൊണ്ടാണ് ഇവർ ഈ ആവിപാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. മുപ്പത്തേക്ക് ക്യാമറ കാണുമ്പോൾ ഭയങ്കര സന്തോഷിച്ചിരിക്കുന്നതാണ്.
പിന്നെ ഈ ഓരോ സാധനത്തിന് ഉണ്ടാക്കാനൊരു കൃത്രിമ സമയം ഉണ്ടാണ്ട് ബേക്കിൽ കണ്ടെങ്കിൽ ഈ സമയം അനുസരിച്ചിട്ട് ഓരോരോ ഇത് ഓഫാക്കിയിട്ട് വേണം ചൂളയിൽ നിന്ന് എടുക്കുന്ന സാധനം. ഇതാണ് ഇവരെ മെഷീൻ. ഇതിനാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഫുള്ള് കരണ്ട. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ലാം ഇങ്ങനെ അടുത്ത് വെച്ച് ചെയ്തു തരുന്നു. ഗുഡ് മോർണിംഗ് ഫ്രം ചൈന. നമ്മൾ UAT-ൻ്റെ കേരളത്തിൻ്റെ പുതിയ എപ്പിസോഡ്. ഗുഡ് മോർണിംഗ് ഫ്രം ചൈന. നമ്മളിപ്പോൾ ചൈനയിലെ ബീജിങ്ങിൽ നമ്മൾ നിന്ന് ഹോട്ടലാട്ടോ ഇത്. അപ്പോൾ ജിങ്ജിയാങ് റിവർ, ജിങ്ജിയാങ് സ്ഥലത്തിൻ്റെ പേര്. ബീജിങ്ങിൻ്റെ പഴയ പേരാണ് ജിങ്ജിയാങ്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നത്. അപ്പോൾ ഒരു മലയാളി ഉണ്ട് ഫസൽ, മൂപ്പരാണ് നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് പോകുമ്പോൾ ഇതാ നമുക്ക് 2-3 ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷനിലെ ആൾക്കാർ. ബൈ ബൈ, ശരി. ഫുള്ള് ട്രാൻസ്ലേറ്റിൽ നമ്മൾ സംസാരിച്ചു കേട്ടോ. കാരണം എനിക്ക് ചൈന അറിയില്ല, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. നല്ലൊരു ഹോട്ടലാട്ടോ ഇത്. അങ്ങനെ നമ്മളിതാ അങ്ങനെ ഹോട്ടലെടുക്കൽ വളരെ കുറവാണ് നമ്മളെ യാത്രയിൽ. അങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ബിസ്മില്ലാ, ഇതാണ് ഹോട്ടൽ. ഇനി ഇതാ നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തതിന് ഇനി നേരെ നമുക്ക് ഗ്രേറ്റ് വാളിലേക്ക് പോകണം. ഗ്രേറ്റ് വാൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ചൈനീസ് ബോർഡറിൽ നിന്ന് ഇവിടെ ബീജിംഗ് വരെ ഏകദേശം 1000 കിലോമീറ്റർ 10-12-15 മണിക്കൂർ എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ നമ്മൾ വന്നത് ബീജിങ്ങിലെ ഈ ചൈന വൻമതിൻ്റെ ഇടയിലോട്ട് നമ്മൾ വന്നത്. തിരിച്ച് വീണ്ടും 80 കിലോമീറ്റർ കയറി പോയിട്ട് ബീജിങ്ങിൽ വൻമതിൽ കണ്ടിട്ട് ഇന്ന് നിങ്ജാങ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം കേട്ടോ. അത് തിരിച്ച് വീണ്ടും ഈ ബീജിങ്ങിൽ തന്നെ നമ്മൾ വരണം, എന്നാലേ നമുക്ക് ആ റോഡ് കിട്ടുള്ളൂ. എനിക്ക് ഇവിടുന്ന് ഈ വഴിയിലൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് നിങ്ജാങ്ങിലേക്ക്. ചൈന ഭയങ്കര മുഷ്കിലാണ്. ഒന്നാമത് ഇവിടുത്തെ ഭാഷ നമുക്കറിയില്ല. ഇവര് ഒരൊറ്റ ചൈനക്കാർ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർ ഇങ്ങോട്ടേക്ക് പറയും അറിയില്ല. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ്, മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റി ഭയങ്കര ആളാൻ ശ്രമിക്കും. ഇന്ത്യക്കാർ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവരങ്ങനെയല്ല. അവർ റഷ്യക്കാരും, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർ ഇങ്ങോട്ടേക്ക് പറയും ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്നങ്ങനെ പറയും. അപ്പൊ ഇതാ വണ്ടിയിൽ സാധനങ്ങൾ ഫുള്ള് കയറ്റി ഇനി നേരെ നമ്മള് ചൈനയിലെ വൻമതിൽ കാണാൻ വേണ്ടിയിട്ട്. ലോകത്തിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ ഒന്ന് നമ്മൾ താജ്മഹൽ ഉണ്ട്. അതിലത്തെ ഒന്നാണ് ഈ പറഞ്ഞ ചൈനയുടെ വൻമതിൽ. അപ്പൊ ചൈനയുടെ വൻമതിൽ വിശേഷങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ നേരെ ഇവിടുന്ന് വൻമതിൽ ഗ്രേറ്റ് വാളിൽ പോകണം. അതായത് ഈ ബീജിംഗ് ടൗണിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ചൈനയിൽ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ടോള് കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ പോയ ഇപ്പൊ റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ടോൾ കൊടുത്തത്. തുർക്കിയിലാകെ 6 രൂപ കൊടുത്തുള്ളൂ. റഷ്യയിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 5000-7000 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു പൈസ നമ്മൾ കൊടുത്തു. ഏകദേശം ഒരു 10,000 രൂപയോളം ടോള് കൊടുത്തിന്. ചൈനയെന്ന് പറഞ്ഞാൽ ഓരോ 100 കിലോമീറ്റർ ഓടുന്തോറും നമ്മൾ ഏകദേശം ഒരു നമ്മൾ നാട്ടിലെ 500-600 രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കട്ടെ, ഒരു 10,000 ഇന്ന് നമുക്ക് 1000 കിലോമീറ്റർ 1300 കിലോമീറ്റർ കവർ ചെയ്യണം. 300 1500ഓളം കവർ ചെയ്യണം. അതിന് നമ്മളൊരു 15,000 ചുരുങ്ങിയത് ഒരു 9-8,000 രൂപയെങ്കിലും കാണണം. അപ്പോൾ ഞാൻ മാക്സിമം ടോൾ റോഡ് ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ നാരോ പോലത്തെ റോഡ് കിട്ടുന്നത്, ഈ ഒറ്റപ്പെട്ട റോഡുകൾ കിട്ടുന്നത്. അപ്പോൾ പകല് മുഴുവനും നമുക്ക് ടോൾ റോഡിൽ ഓടിച്ചിട്ട് പകൽ മുഴുവനും ടോൾ ഇല്ലാത്ത റോഡിൽ ഓടിച്ചിട്ട് രാത്രി വേണമെങ്കിൽ ടോൾ ഉള്ള റോഡിൽ ഓടിക്കാം. പക്ഷെ എങ്ങനെ പോയാലും നല്ലൊരു ഫണ്ട് പോയി പോകും നമ്മള്. അപ്പൊ ഇതാ ഞാൻ ഓളും നേരെ ഗ്രേറ്റ് വാളിലേക്ക്. നിങ്ങൾക്ക് ഇവിടുത്തെ ബീജിങ്ങിലെ ഫുള്ളൊന്ന് എന്താ പറയണ്ട സിറ്റി ഒന്ന് കാണിച്ചു തരാം. ഈ വീഡിയോസിൽ മുഴുവനും നമ്മൾ പിന്നെ ഗ്രേറ്റ് വാൾ എത്തുന്നവരെ കുറച്ച് ഈ ഭാഗത്തുള്ള എന്താ പറയണ്ടേ ഒരു എങ്ങനെയാണ് ഒരു ബീജിംഗ് സിറ്റി. ശരിക്കും പറഞ്ഞാൽ ചൈന ജീവിക്കുന്നത് 2050-2100. കാരണം ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കൺട്രീസ് ആണ്. പല പ്രോഡക്ട്സുകളും ഫസ്റ്റ് ഉണ്ടാവുന്ന ചൈനയിൽ നിന്നാണ്. എല്ലാത്തിന്റെ കോപ്പി ഇറക്കുന്നത് ചൈനയിൽ നിന്നാണ്. അങ്ങനെ ചൈനയുടെ ഈ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അപ്പോൾ നമുക്കിന്ന് ചൈനയിലെ ഗ്രേറ്റ് വാൾ കാണാൻ പോവാം. അതിനിടയിൽ ചൈനയിലെ കുറച്ച് സിറ്റീസും കാര്യങ്ങളൊന്നും കാണാം.